ശബരിമല സ്വർണ്ണമോഷണ കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിൽ SIT പരിശോധന നടത്തുന്നു. ചെങ്ങന്നൂരിലെ വീട്ടിലാണ് പരിശോധന. ആലപ്പുഴയിൽ നിന്ന് ഷാജഹാൻ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. ഷാജി, ഈ കണ്ഠരര് രാജീവരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ വിശദമായി പരിശോധിക്കുകയാണ് SIT. അതിന്റെ ഭാഗമായിട്ടാണോ ഇപ്പോൾ ചെങ്ങന്നൂരിലെ വീട്ടിലെ പരിശോധന? തീർച്ചയായിട്ടും മനു, അല്പസമയം മുൻപാണ് SIT സംഘം കണ്ഠരര് രാജീവരുടെ വീട്ടിലെത്തിയത്. വലിയൊരു പോലീസ് സംഘം തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പുറത്തും വലിയ ഒരു പോലീസ് സംഘമുണ്ട്. കാര്യം നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയെടുക്കുകയും കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെ BJP നേതാക്കളൊക്കെ തന്നെ അല്പസമയം മുൻപിന്ന് രാവിലെയോടുകൂടി കണ്ഠരര് രാജീവരുടെ വീട്ടിലെത്തിയിരുന്നു. അതിനുശേഷം ഇത്ര തിടുക്കപ്പെട്ട ഒരു അറസ്റ്റിന്റെ ആവശ്യമുണ്ടോ, ഇതിൽ എന്തൊക്കെയോ നിഗൂഢതകൾ ഉണ്ട് എന്ന തരത്തിൽ പിന്തുണ അറിയിച്ചുകൊണ്ട്, അതായത് കണ്ഠരര് രാജീവരുടെ കുടുംബത്തിനും അദ്ദേഹത്തിനും പിന്തുണ അറിയിച്ചുകൊണ്ടാണ് BJP നേതാക്കൾ രാവിലെ എത്തിയത്. അതിനുശേഷം ചെങ്ങന്നൂരിൽ കഴിഞ്ഞ തവണ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച അഡ്വക്കേറ്റ് വിജയകുമാർ, അദ്ദേഹവും അല്പസമയം മുൻപ് ചെങ്ങന്നൂരിലെ കണ്ഠരര് രാജീവരുടെ വസതിയിലെത്തിയിരുന്നു. ഈ അറസ്റ്റിനെ കുറിച്ച് തന്നെയാണ് അദ്ദേഹവും ചില സംശയങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. എന്തുകൊണ്ടാണ് കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ വന്നിരിക്കുന്നത് അയ്യപ്പ സേവാ സംഘത്തിന്റെ പേരിലാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം KPCC അംഗമാണ്. അദ്ദേഹം കഴിഞ്ഞ തവണ ചെങ്ങന്നൂരിൽ നിന്നും മത്സരിച്ച് പരാജയപ്പെട്ട കോൺഗ്രസിന്റെ നേതാവാണ്. വർഷങ്ങളായിട്ട് കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്, നേതാവാണ്, KPCC അംഗമാണ്. അങ്ങനെ കോൺഗ്രസും BJPയും ഇതിന് പിന്നിൽ നിന്നുകൊണ്ടും ഈ അറസ്റ്റിനെതിരെ രംഗത്ത് വരികയാണ്. പക്ഷേ ഇതുവരെ നടന്ന SITയുടെ അറസ്റ്റുകളും അന്വേഷണത്തിനൊക്കെ അത് പോരാ, ഇനിയും അന്വേഷണം മുന്നോട്ട് പോകണം, തെളിവുകൾ കൊണ്ടുവരണം. പൊള്ളും, അത് സ്വാഭാവികമാണ്. അതിൽ നമ്മൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് മാറ്റിവെക്കാം. ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ള പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് SITയുടെ പരിശോധനയാണല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഷാജി? അതായത് കൃത്യമായ സാമ്പത്തിക ഇടപാടുകൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കണ്ഠരര് രാജീവരും തമ്മിൽ നടന്നിട്ടുണ്ട്. അതിന്റെ വളരെ വ്യക്തമായ തെളിവുകളുണ്ട്. അത് ഉറപ്പിക്കുന്നതിനാവശ്യമായ കൂടുതൽ രേഖകളൊക്കെ തേടിയാണ് അന്വേഷണ സംഘം ഇപ്പോൾ വ്യാപകമായ പരിശോധനകളിലേക്ക് കടന്നിരിക്കുന്നത് എന്നല്ലേ? തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ വീട്ടിലും ഇപ്പോൾ പരിശോധന നടത്തുന്നത്. അത്തരത്തിലുള്ള സംശയത്തിന്റെയും അതോടൊപ്പം തന്നെ അവർക്ക് കിട്ടിയ SITക്ക് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വലിയ ഒരു പരിശോധനയ്ക്ക് തന്നെയാണ് സംഘം ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിന്റെ ഉള്ളിൽ പോലീസ് പൂർണ്ണമായിട്ടും ബന്ദോബസ്ത് തീർത്തിരിക്കുകയാണ്. അതിന്റെ ഉള്ളിലാണ് ഇപ്പോൾ SITയുടെ പരിശോധന നടന്നു വരുന്നത്. വീടിനുള്ളിൽ അല്പസമയമായോ പരിശോധന തുടങ്ങിയിട്ട്? അല്പസമയമായിട്ടുള്ള ഏതാണ്ട് ഒരു 10-15 മിനിറ്റിനുള്ളിലാണ് SIT സംഘം ഇവിടെ എത്തുന്നതും. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ വീടിനുള്ളിലേക്ക് കയറി പോവുകയും വീട് പൂർണ്ണമായിട്ടും സാമ്പത്തിക രേഖകൾ മാത്രമല്ലോ, നേരത്തെ ഈ വാജി വാഹനമൊക്കെ വീട്ടിൽ കൊണ്ടുവച്ചതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ ഷാജി? അത് പിന്നീട് തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. തീർച്ചയായിട്ടും. കാര്യം സ്വാഭാവികമായിട്ടും SIT സംഘം ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ മറ്റുള്ളവരെയൊക്കെ തന്നെ കണ്ഠരര് രാജീവരുടെ ബന്ധുക്കളെയും ഒക്കെ തന്നെ സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യലിന് വിധേയമാക്കും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ കൂടുതൽ വിവരങ്ങളും തെളിവുകളും ഒക്കെ തന്നെ ഇവർക്ക് ലഭിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് SIT സംഘം ഇപ്പോൾ അല്പസമയം മുൻപ് ഇവിടെ എത്തുകയും തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തത്. പക്ഷേ ഇതിനെ ഏതു തരത്തിലും തന്ത്രിയുടെ അറസ്റ്റിനെ തടയിടുക, അല്ലെങ്കിൽ അതിനെതിരെ ഒരു പ്രത്യേക ഒരു വികാരം ജനങ്ങളിലേക്ക് ഉടലെടുപ്പിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് BJPയും കോൺഗ്രസും ഇതിന്റെ അത്തരത്തിലെന്തെങ്കിലും കലാപരിപാടി അവിടെ നടത്താൻ അവർ ശ്രമിക്കുന്നുണ്ടോ? ആളുകളെയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? അത്തരം കലാപരിപാടികളിലും ജനങ്ങൾ കൂടെ നിൽക്കും തോന്നുന്നില്ല. പക്ഷേ ചില നേതാക്കളൊക്കെ അതിനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് BJP ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ രാവിലെ വന്ന് പിന്തുണ അറിയിച്ചു പോവുകയും അതിനുശേഷം ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കൾ വന്നിരിക്കുന്നു. അങ്ങനെ കോൺഗ്രസും BJPയും ഒക്കെ തന്നെ പുറത്തു നിന്നുള്ള സപ്പോർട്ടും സഹായവും ഒക്കെ തന്നെ ഈ പ്രതികൾക്ക് വേണ്ടി ചെയ്തു വരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ SIT പരിശോധന നടത്തുമ്പോൾ പുറത്ത് ആ രീതിയിൽ ലോക്കൽ പോലീസിനടക്കം സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടോ? തീർച്ചയായിട്ടും വലിയ ഒരു പോലീസ് സംഘം തന്നെ ഇതിന് പുറത്തിൽ വിന്യസിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ SIT സംഘം ഇതിനുള്ളിൽ കടന്ന് പരിശോധന നടത്തുന്നത്. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ഇതിനു മുൻപുള്ള പല കേസുകളിലും ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതിരോധമൊക്കെ തീർക്കാൻ BJPയും അതോടൊപ്പം തന്നെ കോൺഗ്രസും ഒക്കെ നേരത്തെ പല ഘട്ടങ്ങളിൽ ശ്രമിച്ചിരുന്നു. അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ശ്രമം ഉണ്ടായാൽ അതിനെ തടയുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വലിയൊരു പോലീസ് സംഘം തന്നെ ഇപ്പോൾ ഈ റോഡിലും അതോടൊപ്പം തന്നെ ഈ വീടിന് മുൻവശവും ക്യാമ്പ് ചെയ്യുന്നത്. കാര്യങ്ങൾ വളരെ സ്പീഡിലാണല്ലോ ഷാജി. അതായത് ഇന്നലെ വൈകിട്ട് രാത്രി SI ഇയാൾ അറസ്റ്റിലാകുന്നു, കണ്ഠരര് അറസ്റ്റിലാകുന്നു, അതിന്റെ തുടർ നടപടികൾ വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുന്നു. ഇപ്പോൾ ഇതാ റെയ്ഡ് പരിശോധന അടക്കമുള്ള നടപടികളുമായി SIT മുന്നോട്ട് വരികയും ചെയ്യുന്നു. കാര്യങ്ങൾ വളരെ സ്പീഡാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണല്ലോ അന്വേഷണ സംഘം. തീർച്ചയായിട്ടും. കാര്യം നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, മനു, കഴിഞ്ഞ ഏതാണ്ട് ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെ SITയുടെ അന്വേഷണം വളരെ ഫലപ്രദമാണ്, കൃത്യമാണ് എന്നൊക്കെ പറഞ്ഞ നേതാക്കളും പാർട്ടികളും ഒക്കെ തന്നെയാണ് ഇപ്പോൾ തന്ത്രി എന്തിന് അറസ്റ്റ് ചെയ്തു, ഇത്ര തിടുക്കപ്പെട്ട അറസ്റ്റ് എന്തിനാണ്
ഇത്തരം കാര്യങ്ങൾ ചോദിച്ച് മുന്നോട്ട് വരുന്നു. അതിലൂടെ തന്നെ നമുക്ക് ലക്ഷ്യം വ്യക്തമാണ്. കാര്യം ഇതിൽ ഇവർക്ക് ലക്ഷ്യം വെക്കുന്നത് മറ്റുള്ളവരെയാണ്, അല്ലാതെ ഈ കേസ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ആരാണ് പ്രതികൾ അവരെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല. മറിച്ച് ഇത് ഏതെങ്കിലും തരത്തിൽ ആരെയാണോ ഉദ്ദേശിക്കുന്നത് അവരുടെ തലയിൽ ഈ കേസ് കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ്. രാഷ്ട്രീയം വളരെ വ്യക്തമാണ്. ഇപ്പോൾ കോൺഗ്രസും BJP ഉദ്ദേശിക്കുന്നത് സ്വാഭാവികമായിട്ട് അവരെ സംബന്ധിച്ച് ശബരിമലയിലെ ഈ അയ്യപ്പന്റെ സ്വർണം പോയതിലുള്ള ഒരു വ്യാകുലതയൊന്നും ഉണ്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ അവർക്ക് ഈ വിഷയം എങ്ങനെയെങ്കിലും രാഷ്ട്രീയമായി ഉപയോഗിച്ച് ഒരു സുവർണ അവസരം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് പരിശോധിക്കുക. അതാണല്ലോ തന്ത്രിയുടെ അറസ്റ്റ് വന്നപ്പോൾ അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. മറുഭാഗത്ത് ഷാജി, ഒരു യഥാർത്ഥ അയ്യപ്പ ഭക്തനെ സംബന്ധിച്ച് അയ്യപ്പന്റെ മുതൽ കൊണ്ടുപോയത് ആരാണെങ്കിലും, അതിപ്പോൾ തന്ത്രിയല്ല ആരാണെങ്കിലും അവർ പിടിയിലാകണമെന്നതാണല്ലോ ആഗ്രഹം. അങ്ങനെയുള്ള ആൾക്കാർക്ക് തന്ത്രിയെ തൊടുമ്പോൾ പൊള്ളുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും മനു, അത് തന്നെയാണ് സത്യം. കാര്യം ഈ കേസിൽ നമുക്കറിയാം തുടക്കം മുതൽ തന്നെ പലതവണ ചോദ്യം ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് കണ്ഠരര് രാജീവര്. പലതവണ ചോദ്യം ചെയ്തുവെങ്കിലും കൃത്യമായ തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, കാര്യം നമുക്കറിയാം പോലീസിന്റെ അന്വേഷണം എന്ന് പറയുമ്പോൾ പലതവണ ചോദ്യം ചെയ്യും, അതിനുശേഷം മോണിറ്റർ ചെയ്യും, അതിനുശേഷം ഇവർ തമ്മിലുള്ള ബന്ധം പരിശോധിക്കും, ഫോൺ രേഖകൾ പരിശോധിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ വ്യക്തമായ തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ അറസ്റ്റ് എന്നുള്ള ഒരു നടപടിയിലേക്ക് പോവുകയുള്ളൂ. അത്തരം കൃത്യമായ തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.